വെൽക്കം ബാക്ക് ടു പി കെ ലേണിങ്സ്. അപ്പോൾ പി കെ ലേണിങ്സിൻ്റെ എന്താണ് എക്സസൈസിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന എൻ്റെ കോട്ട്പ ആക്ട് ആയിരുന്നു നമ്മൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ട് വരുന്നത്. കോട്ട്പ ആക്ടിൻ്റെ ലാസ്റ്റ് പോർഷൻസിലേക്ക് നമ്മൾ പോവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, തുടക്കത്തിലേ പറഞ്ഞൊരു കുഞ്ഞി ആക്ട് ആണെന്ന് പറഞ്ഞില്ലേ. സോ നമ്മൾ ലാസ്റ്റ് ഏരിയയിലേക്ക് പോവുകയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പണിഷ്മെൻറ്റുകളെ കുറിച്ചാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്ഷൻ 20 തൊട്ടാണ് നമ്മൾ ഇതിൻ്റെ പണിഷ്മെൻറ്റുകളെ കുറിച്ച് പറയുന്നത്. അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തിനാണ് പണിഷ്മെന്റ് കൊടുക്കുന്നത്, അതായത് പണിഷ്മെന്റ് എന്തിനാ, ഈ ആക്ട് പ്രകാരം ഈ ആക്ടിന്റെ വ്യവസ്ഥകൾ ലംഘിക്കുന്നതിനാണ് പണിഷ്മെന്റ് കൊടുക്കുന്നത് നമുക്ക് മനസ്സിലായി. സോ ഇനി അത് എന്തൊക്കെ തരത്തിലുള്ള കുറ്റങ്ങളാണ് അതിനകത്ത്, എന്തൊക്കെയാണ് കുറ്റങ്ങൾ വരുന്നത്, എത്ര വരെയാണ് കൊടുക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തി, അപ്പോൾ ആദ്യം സെക്ഷൻ 20 അനുസരിച്ച് എന്താണ് സ്പെസിഫൈഡ് വാർണിങ്ങും, സെക്ഷൻ 20 പറയുന്നതെന്ന് പറഞ്ഞാൽ നിർദ്ദിഷ്ട മുന്നറിയിപ്പും നിക്കോട്ടിന്റെയും ടാറിന്റെയും അളവ് രേഖപ്പെടുത്താത്തതിനുള്ള ശിക്ഷയാണ് എവിടെ പറയുന്നത്, നമ്മളുടെ സെക്ഷൻ 20 പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ്, എന്താണ് സ്പെസിഫൈഡ് വാർണിങ്ങും നിക്കോട്ടിൻ, അതായത് നിക്കോട്ടിന്റെ സ്പെസിഫൈഡ് വാർണിംഗ് ഉണ്ടല്ലോ, നിക്കോട്ടിന്റെ അളവ് രേഖപ്പെടുത്തുന്നത് എത്രയാണ് എന്ന് പറയാത്തതിനുള്ള ശിക്ഷയാണ് പറയാൻ പോകുന്നത്. ഏത് വ്യക്തി ആയിക്കൊള്ളട്ടെ. അപ്പൊ ഇവര് നമ്മൾ നേരത്തെ കണ്ട രീതിയിലുള്ള നിർദ്ദിഷ്ടമായിട്ടുള്ള വാർണിംഗ് ഒക്കെ ചെയ്തിട്ടില്ലാതെയാണ്, വാർണിംഗ് ഒക്കെ എവിടെയാണ് പറയുന്നത്, നിർദ്ദിഷ്ടമായിട്ടുള്ള വാർണിംഗ് ഒക്കെ എവിടെ കൊടുക്കണം എന്ന് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ കണ്ടാണ്. സോ അങ്ങനെ വാർണിംഗ് കൊടുക്കാതെയാണ് നിങ്ങൾ ഈ പറയുന്ന സാധനങ്ങൾ സെയിൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന് കിട്ടുന്ന ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് ഇത് ശിക്ഷ കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ് 2 വർഷം വരെയും, ഫൈൻ എന്ന് പറയുന്നത് 5000 റുപ്പീസോ അതല്ലെങ്കിൽ രണ്ടും കൂടെ ചേർക്കാം. അപ്പം ഫസ്റ്റ് പണിഷ്മെന്റ് എന്ന് പറയുന്നത് എത്രയാണ്, ഫസ്റ്റ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ 2 ഇയറും അല്ലെങ്കിൽ 2 ഇയർ അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് 5000 ആണ് പറയുന്നത്. ഇതല്ലെങ്കിൽ രണ്ടും കൂടെ ചേർത്തിട്ടാണ് എന്ത് പറയുന്നത്, ശിക്ഷ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയാണ് ഇതേ ശിക്ഷ നമ്മളുടെ മധുഷ് ഇതേപോലെ തന്നെ എന്താണ് വാർണിംഗ് സൈനുകളൊന്നും ഇല്ലാതെ സിഗരറ്റിന്റെ ഉൽപ്പന്നങ്ങൾ, പുകയില അടങ്ങിയ ഉൽപ്പന്നങ്ങൾ വിറ്റു. ആദ്യം മനീഷിനെ എന്താണ് പിടിച്ചോണ്ട് പോയി. ആദ്യമായിട്ട് ചെയ്തതായതുകൊണ്ട് ഫസ്റ്റ് കൺവിക്ഷൻ വരുമ്പോൾ 2 വർഷം വരെയോ അതല്ലെങ്കിൽ 5000 രൂപയോ, അതുമല്ല എന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ ചേർത്ത് കിട്ടും. എന്നാൽ എന്താണ് മതീഷിന് 5000 രൂപയുടെ പിഴയാണ് ഇട്ടത്. മതീഷ് പിഴയൊക്കെ കൊടുത്ത് തിരിച്ചിറങ്ങി വന്ന് 6 മാസത്തിനകത്ത്, 6 മാസം ഞാൻ ചുമ്മാ പറഞ്ഞത്, രണ്ടാമത് അങ്ങനെ ടൈം കാലാവധിയൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. അന്ന് തന്നെ വേണമെങ്കിൽ അടുത്ത ഇത് കുറ്റകൃത്യം ചെയ്യാം. അപ്പൊ രണ്ടാമത് സെക്കൻഡ് സബ്സീക്വന്റ് ആയിട്ടാണ് ഈ പറയുന്ന കുറ്റകൃത്യം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന് കിട്ടുന്ന ശിക്ഷ എന്ന് പറയുന്നത് 2ൽ നിന്ന് മാറി അത് എത്ര വരും, 5 ഇയറും. അതുപോലെ തന്നെ എന്താണ് ഈ പണിഷ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഫൈൻ എന്ന് പറയുന്നത് 5000 മാറി 10,000 റുപ്പീസും എന്നുള്ളതാണ്. ആൻഡ് വിത്ത് ഫൈൻ. അപ്പൊ ഇവിടെ എന്താണ് ഓറിട്ടല്ല പറയുന്നത്, സെക്കൻഡ് സബ്സീക്വന്റ് ആണ് എന്നുണ്ടെങ്കിൽ 5 വർഷവും അതുപോലെ തന്നെ 10,000 രൂപയുമാണ്. ഫസ്റ്റ് കൺവിക്ഷൻ ആയിരുന്നെങ്കിൽ ഒന്നുകിൽ 2 അല്ലെങ്കിൽ 5000 രൂപ, അതല്ലെങ്കിൽ ഇത് ഒരുമിച്ചെന്നായിരുന്നു. എങ്കിൽ രണ്ടാമത്തെ കേസിൽ പറയുന്നത് 5 വർഷം പ്ലസ് 10,000 രൂപ ചേർത്ത് കൊടുക്കേണ്ടി വരും. എന്ത് ചെയ്തതിനാണ്, നമ്മൾ നേരത്തെ എന്താണ് ഈ പറയുന്ന വാർണിങ്സുകൾ ഇല്ലാതെ ടൊബാക്കോ പ്രോഡക്റ്റുകളുടെ എന്താണ് പ്രൊഡക്ഷന്, സെയില്, ഡിസ്ട്രിബ്യൂഷന്, ഇതെല്ലാം പറയുന്നത്. ഇനി ഏതെങ്കിലും വ്യക്തികൾ, എനി പേഴ്സൺ ഹൂ സെൽ ഓർ ഡിസ്ട്രിബ്യൂട്ട് സിഗരറ്റ് ഓർ ടൊബാക്കോ പ്രോഡക്റ്റ്. അപ്പം നേരത്തെ ഉൽപാദനം കൂടി ഉണ്ടായിരുന്നു. ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ പ്രൊഡക്ഷൻ ഇല്ല, നിങ്ങൾ സെയിലാണ് ചെയ്യുന്നത്. സെയിൽ എങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ മാത്രമാണ് എന്നുണ്ടെങ്കിൽ ഈ പാക്കേജ് എന്ന് പറയുന്ന അതിന്റെ ലേബലൊക്കെ എന്ന് പറയുന്നത് സ്പെസിഫൈഡ് ലേബലുകൾ ഇല്ലാതെ, നിക്കോട്ടിനും അതിന്റെ മറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാതെ ആണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ ഫസ്റ്റ് കൺവിക്ഷൻ എന്ന് പറയുന്നത് എന്താണ് 1 ഇയറും. അപ്പം ആദ്യത്തെ കേസിനകത്ത് പ്രൊഡക്ഷൻ ഉണ്ട്, രണ്ടാമത്തെ കേസ് ഈ പ്രൊഡക്ഷൻ ഇല്ലാതെ അവിടെ എന്ത് മാത്രമേ പറയുന്നുള്ളൂ, അവിടെ എന്താണ് സെയിൽ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ സെയിൽ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ മാത്രം, ഈ വാർണിംഗ് ഒന്നും ഇല്ലാതെ, നിക്കോട്ടിന്റെയും ടാറിന്റെയും ഒന്നും അളവ് കൃത്യമായിട്ട് രേഖപ്പെടുത്താതെ ഇല്ലെങ്കിൽ പറഞ്ഞതിൽ കൂടുതലൊക്കെ ആയിട്ടാണ് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് 1 ഇയർ, വിച്ച് മേക്സ് എക്സ്റ്റെൻഡ് 1 ഇയർ. അതല്ല എങ്കിൽ 1 ഇയറോ, ഫൈൻ എന്ന് പറയുന്നത് എത്രയാണ് 1000 റുപ്പീസോ, 7 അല്ല കേട്ടോ, ഇത് 1 ആണ്. അപ്പൊ എന്താണ്, ഓക്കെ, 1 ഇയർ അതല്ലെങ്കിൽ എന്താണ്
1000 റുപ്പീസോ ആയിരിക്കും നിങ്ങൾക്കുള്ള ഈ എന്താണ് പണിഷ്മെന്റ് എന്ന് പറയുന്നത്. ഇതേ കൃത്യം തന്നെ രണ്ടാമതും തുടർച്ചയായി ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്നിൽ നിന്ന് മാറി 2 വർഷവും 2 ഇയറും ഫൈൻ എന്ന് പറയുന്നത് 1000 റുപ്പീസിൽ നിന്ന് മാറി 3000 റുപ്പീസിലേക്ക് പോകുന്നതായിരിക്കും. ഇതാണ് രണ്ടാമതുള്ള ശിക്ഷ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 21 അപ്പൊ 2 തരത്തിലുള്ള ശിക്ഷകൾ കണ്ടു. വാണിംഗ് ഇല്ലാതെ നിങ്ങൾ പ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഫസ്റ്റ് കൺവിക്ഷൻ ഇത്ര, അത് സെക്കൻഡ് സബ്സീക്വന്റ് കൺവിക്ഷൻ ഇത്ര. ഇനി ഇതേ സംഗതി എന്ന് പറയുന്നത് എന്താണ്, പിന്നെ പ്രൊഡക്ഷൻ ഇല്ലാതെ സെയിൽ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ ഫസ്റ്റ് കൺവിക്ഷൻ 1 ഇയറും 1000ഉം, സെക്കൻഡ് എന്ന് പറയുന്നതോ 1 ഇയറിൽ നിന്ന് മാറി എത്രയിലേക്ക് പോകും, 2 ഇയറും അതുപോലെ തന്നെ 3000 റുപ്പീസും. ഇനി പണിഷ്മെന്റ് ഫോർ സ്മോക്കിംഗ് ഇൻ സർട്ടൻ പ്ലേസസ് ആണ്. ഓക്കെ, ചില സ്ഥലങ്ങൾ പണിഷ്മെന്റ് ഫോർ അത് ചില സ്ഥലങ്ങളിൽ പുകവലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില സ്ഥലങ്ങൾ എന്ന് പറയുന്നത് സെക്ഷൻ 4 പറഞ്ഞതാണ്. അപ്പോൾ ഹൂ എവർ കോൺട്രവീൻസ് ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 4 എന്നുള്ളതാണ്. അപ്പൊ സെക്ഷൻ 4 പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താണ്, നമ്മളുടെ ഈ പൊതുസ്ഥലങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞതായിരുന്നു. അപ്പൊ അവിടെ വെച്ച് അതിന് ഇതാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഫൈൻ എത്രയാണ് പറയുന്നത്, 200 റുപ്പീസ് ആണ്. എന്താണ്, ചില സ്ഥലങ്ങളിൽ, ഈ ചില സ്ഥലങ്ങൾ എന്ന് പറയുന്നത് സെക്ഷൻ 4 ബന്ധപ്പെട്ട എന്താണ് പബ്ലിക് പ്ലേസുകൾ, അതൊക്കെയാണ് പറയുന്നത്. ഏതൊക്കെയാണ് എന്നുള്ളത് മറ്റേ അതിന്റെ ഡെഫിനിഷൻസിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് 2021 പറയുന്ന ശിക്ഷ. അടുത്തത് എന്താണ്, 22 പറയുന്നത് സിഗരറ്റുകളുടെയും പുകയില ഉൽപ്പന്നങ്ങളുടെയും പരസ്യത്തിനുള്ള ശിക്ഷയാണ് പറയാൻ പോകുന്നത്. പണിഷ്മെന്റ് ഫോർ അഡ്വർടൈസ്മെന്റ് ഓഫ് സിഗരറ്റ്സ് ആൻഡ് ടൊബാക്കോ പ്രൊഡക്റ്റുകളാണ് സെക്ഷൻ 22 പറയുന്നത്. ഏതൊരു വ്യക്തിയാണോ ഈ പറയുന്ന സെക്ഷൻ 5 ഒക്കെ പ്രൊവിഷൻസ് കോൺട്രാവീൻ ചെയ്യുന്നത്, സെക്ഷൻ 5 ഇതിന്റെയൊക്കെ പരസ്യത്തെ കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് കൺവിക്ഷൻ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ പരസ്യം ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഫസ്റ്റ് കൺവിക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അത് 2 വർഷവും ഫൈൻ എന്ന് പറയുന്നത് 1000 റുപ്പീസും ആണ്. അപ്പോൾ അഡ്വർടൈസ്മെന്റിന്റെ പ്രൊവിഷൻസ് കോൺട്രാവീൻ ചെയ്താൽ ഫസ്റ്റ് കൺവിക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ് പറയുന്നത്, എന്താണ് 2 ഇയറും അതുപോലെ തന്നെ ഫൈൻ എന്ന് പറയുന്നത് 2 ഇയറും 1000 റുപ്പീസുമാണ്. ഓർ ഫൈൻ 1000 റുപ്പീസ് ആണ് പറയുന്നത്. സെക്കൻഡ് സബ്സീക്വന്റ് കൺവിക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ എന്താണ്, അത് 5 വർഷവും ഫൈൻ എന്ന് പറയുന്നത് 5000. അപ്പൊ ഫസ്റ്റ് അങ്ങനെ, അത് സെക്കൻഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ എത്രയാകും, അത് 5 ഇയറും അതുപോലെ തന്നെ 5000 റുപ്പീസുമായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതാണ് പരസ്യങ്ങളുടെ നിർദ്ദിഷ്ടമായിട്ട് പരസ്യങ്ങൾ ചെയ്യുന്നതിനുള്ള പ്രൊവിഷൻസ് കോൺട്രാവീൻ ചെയ്യുകയാണെങ്കിൽ. അടുത്തതാണ് ഫോർഫീച്ചർ ഓഫ് അഡ്വർടൈസ്മെന്റ് ആൻഡ് അഡ്വർടൈസ്മെന്റ് മെറ്റീരിയലുകൾ എന്ന് പറയുന്നത്. പിന്നെ പരസ്യങ്ങൾ ചെയ്യുന്നുള്ള വസ്തുക്കളും കണ്ടുകെട്ടലാണ്. അപ്പോൾ ഈ 5-ാം വകുപ്പിലെ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് നിയമപ്രകാരം നിങ്ങൾ കുറ്റകൃത്യം ചെയ്ത ഏതൊരു വ്യക്തിയുടെയും പരസ്യവും സിഗരറ്റിന്റെ മറ്റ് പുകയില ഉൽപ്പന്നങ്ങളുടെയും പരസ്യത്തിനായിട്ട് ഉപയോഗിച്ച എല്ലാ വസ്തുക്കളും കണ്ടുകെട്ടുന്നതായിരിക്കും. ഈ നിയമത്തിൽ എന്താണ് അത് കണ്ടുകെട്ടുന്നതും അത് നശിപ്പിക്കാനുമുള്ള സച്ച് മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്നുള്ളതാണ്. എന്താണ്, മെറ്റീരിയൽ ഷാൽ ബി ഡിസ്പോസ്ഡ് ഓഫ് എന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മളിവിടെ കണ്ടെടുക്കാൻ പോകുന്ന ഫോർഫീച്ചർ ഓഫ് അഡ്വർടൈസ്മെന്റ് ആൻഡ് അഡ്വർടൈസിങ് മെറ്റീരിയൽ. അപ്പൊ അഡ്വർടൈസ്മെന്റിന്റെ മെറ്റീരിയലുകളെ കുറിച്ച് പറയുന്നില്ല. അഡ്വർടൈസ്മെന്റ് എങ്ങനെ ആയിരിക്കണമെന്ന് സെക്ഷൻ 5 പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സെക്ഷൻ 5 എന്ന് പറയുന്ന പ്രൊവിഷൻസ് കോൺട്രാവീൻ ചെയ്തുകൊണ്ട് ആ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് നിങ്ങൾ പരസ്യങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കാൻ ലേബലുകളോ അതല്ലെങ്കിൽ അത് നിർമ്മിക്കാൻ ഉപയോഗിച്ച ഉപകരണങ്ങളോ ഒക്കെ പിടിച്ചെടുക്കാനും ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളതനുസരിച്ചുള്ള ചട്ടങ്ങൾക്ക് വിധേയമായി അത് പിടിച്ചെടുക്കുന്നതിനെ നശിപ്പിക്കാനുമുള്ള അധികാരം സെക്ഷൻ 23 അനുസരിച്ച് പറയുന്നുണ്ട്. ഈ പിടിച്ചെടുക്കുന്ന ആർക്കാണ് മറ്റേ എൻട്രി ചെയ്യാനും സെർച്ച് ചെയ്യാനും സീഷർ ചെയ്യാനുമുള്ള അധികാരം പറഞ്ഞല്ലോ. സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്തത് ഫുഡ് ആൻഡ് ഡ്രഗ്സ് ഡിപ്പാർട്ട്മെന്റിലുള്ള അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർ. അപ്പം ആ പറയുന്ന ആൾക്കാർക്കാണ് അവിടെ ചെല്ലാനും ഈ സാധനത്തിനെയൊക്കെ സെർച്ച് നടത്താനും പിടിച്ചെടുക്കാനും ഒക്കെ ഉള്ള അധികാരം. അതേ വ്യക്തികൾക്ക് തന്നെ ഇത് എന്ത് ചെയ്യാനുള്ള അധികാരമുണ്ട്, നശിപ്പിക്കാനുമുള്ള അധികാരമുണ്ട്. ഇനി 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് സെക്ഷൻ 24 പറയുന്ന ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പണിഷ്മെന്റ് ഫോർ സെയിൽ ഓഫ് സിഗരറ്റ് ഓർ എനി അതർ ടൊബാക്കോ പ്രൊഡക്ട്സ് ആണ് ഇൻ സർട്ടൻ പ്ലേസസ് ഓർ ടു പേഴ്സൺ ബിലോ ദി ഏജ്. അപ്പൊ ചില സ്ഥലങ്ങളിൽ അതല്ലെങ്കിൽ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നമ്മൾ
എന്ത് കൊടുക്കുകയാണ്, സിഗരറ്റ് വിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പ്രൊവിഷൻസ്, കാരണം 18 വയസ്സിൽ പണ്ട കാര്യമൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ സെക്ഷൻ 6-നകത്താണ് പറഞ്ഞത്. അപ്പൊ സെക്ഷൻ 6-ന്റെ പ്രൊവിഷൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞ അതായത് മറ്റേ സ്കൂളിന്റെ 100 യാർഡിൽ ചുറ്റളവ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ 100 യാർഡ് ചുറ്റളവിലും അതേപോലെ 18 വയസ്സിൽ താഴെയുള്ള മതീഷിനെ പോലെയുള്ളവർക്ക് ഇത് കൊടുക്കരുതെന്ന് നമ്മൾ പഠിച്ചില്ലേ, കേട്ടില്ലേ? അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും എന്താണ്, ദിസ് ആക്ട് ആൻഡ് ഷാൽ ബി പണിഷ്ബിൾ വിത്ത് ഫൈൻ വിച്ച് മേ എക്സ്റ്റെൻഡ് 200 rupees എന്നുള്ളതാണ്. അവിടെ പണിഷ്മെന്റ് 200 രൂപ വരെയാണ്. ഇനി അടുത്താണ് ഒഫൻസസ് ബൈ കമ്പനീസ്. കമ്പനികൾക്ക് ഉള്ള എന്താണ് ഒഫൻസസ് ബൈ കമ്പനി, കമ്പനികൾക്കുള്ള എന്താണ് പറയുന്നത്, കുറ്റകൃത്യങ്ങളാണ് പറയുന്നത്. സെക്ഷൻ 26 അതിനകത്ത് പറയുന്നത്. പിന്നെ 26 അനുസരിച്ച് കമ്പനികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളാണ്. അപ്പൊ കമ്പനികൾ എന്ന് പറയുമ്പോൾ ഒരു കമ്പനി ഒരു കുറ്റം ചെയ്യുകയും കുറ്റം നടന്ന സമയത്ത് ഒരു കമ്പനി, അപ്പൊ ഈ കമ്പനി എന്ന് പറയുന്നത് ആരാണ്? ചുമ്മാ അപ്പൊ കമ്പനികൾക്കും ഇതെല്ലാം ഈ പറയുന്ന പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം, അതിന്റെ നിർമ്മാണം, അതിന്റെ വിതരണം, അതല്ല എന്നുണ്ടെങ്കിൽ ഇത് എവിടെയെങ്കിലും ഉൽപ്പാദിച്ച സാധനം ഇത് സ്റ്റോർ ചെയ്ത് വെക്കല്, ഇതെല്ലാം ഇവർക്കും ബാധകമാണ്. അപ്പൊ ഈ കമ്പനിയാണ് ഈ പറയുന്ന നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിച്ചതെങ്കിൽ എന്താണ്, ആർക്കാണോ അതിന്റെ എന്താണ് ചാർജ് ഉള്ളത്, ഈ കമ്പനിയുടെ ബിസിനസ്സുകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇൻചാർജ് ഉള്ള വ്യക്തി ആരാണോ ആ ഷാൽ ബി ഡീംഡ് ടു ബി ഗിൽറ്റി ഓഫ് ദ ഒഫൻസ് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് കമ്പനി എന്ന് പറയുന്നത്, കമ്പനിയുടെ നടത്തിപ്പിന് ചുമതലയുള്ള ആ വ്യക്തി ആരാണോ അയാൾ കാരണം കമ്പനിയിലുള്ള എല്ലാ ആൾക്കാർക്കും പിടിച്ചത് കൊടുക്കാൻ പറ്റത്തില്ല. അയാൾ ഈ പറയുന്ന കുറ്റകൃത്യം ചെയ്തതായിട്ട് കുറ്റക്കാരനാണെന്ന് കരുതുകയും അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുകയും ചെയ്യും, നടപടി എടുക്കുകയും ചെയ്യും. അത് മാത്രമല്ല എന്തും കൂടി പറയുന്നുണ്ട്, എന്നാൽ കമ്പനിയുടെ എന്താണ് ഇൻചാർജ്, അത് ചിലപ്പോൾ ഒരു മാനേജിങ് ഡയറക്ടർ ആയിരിക്കാം, CEO ആയിരിക്കാം, ഇൻചാർജ് കൊടുക്കുന്ന ആരാണോ അവരാണ്. അപ്പൊ ആ വ്യക്തി പറയണം, അയ്യോ ഞാനൊന്നും അറിഞ്ഞില്ല, എൻ്റെ അറിവോടും സമ്മതത്തോടും കൂടി അല്ല എന്ന്, പ്രൊവൈഡഡ് ദാറ്റ് എന്ന് ഈ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സച്ച് എ പേഴ്സൺ ലയബിൾ ടു പണിഷ്മെന്റ് ഇഫ് ഹി പ്രൂവ്സ് ദാറ്റ്, അയാൾ എന്താണ് തെളിയിക്കുകയാണ്, ഞാനൊന്നും അറിഞ്ഞതല്ല എന്ന് തെളിയിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ അറിവോടുകൂടി അല്ല, നോളജോടും കൺസെന്റോടും കൂടിയൊന്നും അല്ല ഇതൊക്കെ നടന്നിട്ടുള്ളതെന്ന് അയാൾ തെളിയിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളെ ശിക്ഷിക്കാൻ പാടുള്ളതല്ല. ഓക്കെ, പക്ഷെ അവിടെ ക്ലോസ് ഉണ്ട്, അയാൾ തെളിയിക്കണം എന്നുള്ളതാണ്. എന്നാൽ ഈ പറയുന്ന എന്താണ്, ഇത് കമ്പനി കുറ്റം ചെയ്തതായിട്ട് കമ്പനി എന്തായാലും ഈ കുറ്റകൃത്യം നടത്തി, ഈ കുറ്റകൃത്യം നടത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത് എന്താണ്, കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് വിത്ത് ദ കൺസെന്റ് ഓഫ് എന്നുള്ളതാണ്. ഈ കമ്പനിയിലുള്ള എന്താണ് ആരുടെയൊക്കെ കൺസെന്റ് ആണ്, ഡയറക്ടറോ മാനേജറോ സെക്രട്ടറിയോ മറ്റ് ഓഫീസർ ഓഫ് ദ കമ്പനി, അങ്ങനെയുള്ള വ്യക്തികളുടെ സമ്മതത്തോടു കൂടിയാണ് ഇവന്മാർ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആരൊക്കെയാണോ ഇതിന് സമ്മതം കൊടുത്ത മാനേജറോ ഡയറക്ടറോ സെക്രട്ടറിയോ മറ്റ് ഓഫീസർമാരെല്ലാം എന്താണ് ഇതനുസരിച്ച് ഈ പറയുന്ന നിയമം അനുസരിച്ച് അവർക്ക് ശിക്ഷ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അതാണ് കൺസെന്റോടുകൂടി ചെയ്യുന്നത്. ഇനി ഈ ഒരു സെക്ഷന്റെ എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, കമ്പനി എന്ന് പറയുന്നത് അതൊരു ബോഡി, കോർപ്പറേറ്റ് ആകാം, ഫേമുകളാകാം, അതായത് എന്താണ് മറ്റേ പാർട്ട്ണർഷിപ്പ് ഫേമുകളാകാം, കോർപ്പറേറ്റ് സ്ഥാപനമോ വ്യക്തികളുടെ മറ്റേതെങ്കിലും കൂട്ടായ്മ, അതാണ് ഫേമുകൾ എന്ന് പറയുന്നത്. കോർപ്പറേറ്റ് ആൻഡ് ഇൻക്ലൂഡ്സ് എ ഫേം ഓർ അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ്, വ്യക്തികളുടെയൊക്കെ കൂട്ടായ്മകളോ, അതല്ലെങ്കിൽ ഡയറക്ടർ ഇൻ റിലേഷൻ ടു എ ഫേം, അല്ലെങ്കിൽ എന്താണ് ഡയറക്ടർ ഇൻ റിലേഷൻ ടു എ ഫേം മീൻസ് പാർട്ട്ണർ ഇൻ ദ ഫേം എന്നുള്ളതാണ്. അപ്പോൾ ഡയറക്ടർ എന്ന് പറയുന്നത് ആരായിരിക്കും, ആ ഫേമിന്റെ പാർട്ട്ണർ ആയിരിക്കും. പിന്നെ അടുത്ത പറയുന്നത് കോമ്പോസിഷൻ ഓഫ് ഒഫൻസുകളെ കുറിച്ചാണ് അടുത്ത പറയുന്നത്. എന്താണ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ, സെക്ഷൻ 28 പറയുന്ന കോമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പൗണ്ടബിൾ എന്നുള്ളതാണ്. കുറ്റകൃത്യങ്ങൾ ഒത്തുതീർപ്പാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത്. നമ്മളുടെ അതായത് ഇതിനകത്ത് പറയുന്ന 4-ാം വകുപ്പോ സെക്ഷൻ 4 അനുസരിച്ചോ സെക്ഷൻ 6 അനുസരിച്ചോ ഒക്കെയുള്ള എന്താണ് കുറ്റകൃത്യങ്ങൾ പ്രോസിക്യൂഷൻ ആരംഭിക്കുന്നതിന് മുമ്പ്, അതായത് കേസൊക്കെ ചാർജായി കോടതിയിൽ ഇതിന്റെ എന്താണ് വിചാരണകൾ തുടങ്ങുന്നതിന് മുമ്പ്, പ്രോസിക്യൂഷൻ പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്കിത് എന്ത് ചെയ്യാവുന്നതാണ്, കോമ്പൗണ്ട് ചെയ്യാവുന്നതാണ്, ഒത്തുതീർപ്പാക്കാം. കോമ്പൗണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒത്തുതീർപ്പാക്കാവുന്നതാണ്. അപ്പൊ ഒത്തുതീർപ്പാക്കാവുന്നതാണ്. ഒത്തുതീർപ്പാക്കിയാൽ കസ്റ്റഡിയിലുള്ള കുറ്റവാളിയെ വിട്ടയക്കുകയും അയാൾക്കെതിരെ കൂടുതൽ നടപടികളൊന്നും എന്താണ് ഇതിനകത്ത് പറയുന്നത് എത്ര രൂപയാണ് പറയുന്നത്, ഒരു 2000 രൂപയിൽ 200 ആൻഡ് ഫോം ആൻ എമൗണ്ട് വിച്ച് മേ നോട്ട് എക്സീഡ് 200 rupees എന്നുള്ളതാണ്. അപ്പം 200 രൂപയിൽ കൂടാത്ത തരത്തിലുള്ള എന്താണ്
നോക്കട്ടെ. ഈ തുകയിൽ പറയുന്ന ഈ എന്താണ് 200 റുപ്പീസിൽ കൂടുതൽ എന്ന് പറയുന്നതിനകത്ത് എന്ത് ചെയ്യണം? അതിൽ കൂടാത്ത തുകയ്ക്ക് അത് നമുക്ക് ഒത്തുതീർപ്പാക്കാവുന്നതാണ്. ഇനി നിങ്ങളിങ്ങനെ ഒത്തുതീർപ്പാക്കി കഴിഞ്ഞാൽ, കോടതിയിൽ പ്രോസിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇത് ഒത്തുതീർപ്പാക്കി കഴിഞ്ഞാൽ മറ്റേ പിടിച്ചു വെച്ചിരിക്കുന്നവനെ വെറുതെ വിടണം. അതാണ് കോമ്പോസിഷൻ, കോമ്പൗണ്ടബിൾ ആണോ എന്നുള്ളതാണ്. അടുത്ത പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് ആക്ഷൻ ടേക്കൺ ഇൻ ഗുഡ് ഫെയ്ത്ത് എന്നുള്ളതാണ്. പ്രൊട്ടക്ഷൻ ഓഫ് ആക്ഷൻ ടേക്കൺ ഇൻ ഗുഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സതുദ്ദേശത്തോടെ സ്വീകരിച്ച നടപടികൾക്കുള്ള സംരക്ഷണം. അതായത് ഇതെല്ലാം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, ആ ഉദ്യോഗസ്ഥർ ചെയ്യുന്ന നടപടികൾ, ഒരു സ്ഥലത്ത് പ്രവേശിക്കുക, അവിടെ സെർച്ച് നടത്തുക, സീഷർ നടത്തുക, ഈ ആക്ടിന്റെ ലംഘനങ്ങൾ നടത്തിയവരെ എന്ത് ചെയ്യുക? അറസ്റ്റ് ചെയ്യുക, ഈ പറയുന്ന അതുപോലെ തന്നെ പ്രോസിക്യൂഷനെ ഹാജരാക്കുക. അപ്പൊ ഇതെല്ലാം ചെയ്യുന്നത് ഗുഡ് ഫെയ്ത്തിൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്ന ഓഫീസർമാർക്ക്, ഓഫീസർ എന്താണ് എഗെയിൻസ്റ്റ് നോ പ്രോസിക്യൂഷൻ ഓർ അതർ ലീഗൽ പ്രൊസീഡിംഗ് ഷാൽ ലൈ എഗെയിൻസ്റ്റ് സെൻട്രൽ ഗവൺമെന്റിനെതിരെയോ സ്റ്റേറ്റ് ഗവൺമെന്റിനെതിരെയോ സെൻട്രൽ ഗവൺമെന്റെയോ സ്റ്റേറ്റ് ഗവൺമെന്റെയോ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയോ നിലനിൽക്കുന്നതല്ല. ഇതെല്ലാവന്മാർ ഇങ്ങനെ വന്നു അങ്ങനെ ചെയ്തു എന്നൊന്നും പറഞ്ഞ് ഇവർക്കെതിരെ കൊണ്ടുചെന്ന് എഗെയിൻസ്റ്റ് ആയിട്ട് കേസ് കൊടുക്കാനും പാടില്ല. ഇനി സെക്ഷൻ 30 അനുസരിച്ച് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇതിന്റെ ഷെഡ്യൂളിനകത്ത് നമ്മൾ ടൊബാക്കോ പ്രൊഡക്റ്റുകളൊക്കെ ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ സെൻട്രൽ ഗവൺമെന്റിന് പുതിയ ഏതെങ്കിലും തരത്തിലുള്ള ടൊബാക്കോ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ടൊബാക്കോ പ്രൊഡക്റ്റുകളൊക്കെ ഈ ഷെഡ്യൂളിനകത്തേക്ക് ആഡ് ചെയ്യണം. കാരണം ടൊബാക്കോ പ്രൊഡക്റ്റ് ഷെഡ്യൂളിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇതുവരെ ഇല്ലാത്ത പുതിയ ഏതെങ്കിലും ഐറ്റങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കൂടി ആഡ് ചെയ്താലേ അതിന് ഈ നിയമം ബാധകമാവുള്ളൂ. അതിന്റെ ഉൽപാദനം, നിർമ്മാണം, വിതരണം, അതിന്റെ പരസ്യം, പിന്നെ അതുമായി ബന്ധപ്പെട്ട് അത് ലംഘിച്ചാൽ ഉണ്ടാകുന്ന പിഴകൾ, ഇതെല്ലാം വരണമെന്നുണ്ടെങ്കിൽ ഷെഡ്യൂളിനകത്ത് അതിനെ ഉൾപ്പെടുത്തണം. അത് ഉൾപ്പെടുത്താനുള്ള അധികാരം സെൻട്രൽ ഗവൺമെന്റിനാണ്. സെൻട്രൽ ഗവൺമെന്റ് എന്താണ് പിന്നെ ഗസറ്റിൽ അതിൽ എന്ത് കൊടുക്കുന്നു? ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നു. ഒഫീഷ്യൽ ഗസറ്റിൽ വിജ്ഞാപനം പുറപ്പെടുവിച്ചുകൊണ്ട് അവർക്ക് അതിനെ ആഡ് ചെയ്യാം. ഓക്കെ, അത് മാത്രമല്ല എന്താണ്, അത് ഈ ഷെഡ്യൂളിനകത്ത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഷെഡ്യൂളിൽ പെട്ടതെല്ലാം തന്നെ ഈ ആക്ടിന്റെ പരിധിയിൽ വരുന്നതും ആയിരിക്കും. ഇനി എന്നാൽ മറ്റൊരു പ്രൊവിഷൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ നമ്മളുടെ രാജ്യത്ത് നിന്ന് ടൊബാക്കോ ആൻഡ് ടൊബാക്കോ പ്രൊഡക്റ്റുകളെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പോർട്ട് ചെയ്യാം. അങ്ങനെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഈ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമുണ്ടല്ലോ, കയറ്റുമതി ചെയ്യുന്നതിന് ഇതൊന്നും ബാധകമല്ല. ഇതുവരെ നമ്മൾ കണ്ട ഈ ആക്ടിൽ പറഞ്ഞ ഒരു പ്രൊവിഷൻസും അത് ബാധകമല്ല. എന്നാൽ കയറ്റുമതി ചെയ്യുമ്പം എന്താണ്? കയറ്റുമതി ഏത് രാജ്യത്തേക്കാണോ നിങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ആ രാജ്യത്ത് എങ്ങനെയാണ് ആ രാജ്യത്ത് എങ്ങനെയാണ് ഇപ്പം നമ്മൾ ഈ ഇമ്പോർട്ട് എന്ന് പറയുന്നത് ഇവിടെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ നിയമത്തിന് വിധേയമായിട്ട് അതിൻ്റെ ലേബലുകൾ, കണ്ടന്റുകൾ, കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഇവിടേക്ക് ഇറക്കുമതി ചെയ്യാം. അതേപോലെ നമ്മൾ ഇവിടുന്ന് കയറ്റുമതി ചെയ്യുമ്പോൾ മറ്റേതെങ്കിലും രാജ്യത്ത് അവർ നിർദ്ദിഷ്ടമായിട്ടുള്ള ഡയറക്ഷൻസ്, അത് പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അവിടേക്ക് കയറ്റുമതി ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതാണ് നമ്മളുടെ ഏത് പ്രൊവിഷൻ പറയുന്നത്, നമ്മളുടെ ഈ 32 പറയുന്നത്. അപ്പൊ ഏത് രാജ്യത്തേക്കാണോ കയറ്റുമതി ചെയ്യുന്നത് ആ രാജ്യത്തിന് നിലവിലുള്ള നിയമത്തിൽ അത്തരം പുകയില ഉൽപ്പന്നങ്ങളുടെയും കണ്ടന്റുകളെ കുറിച്ച് വ്യക്തമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് വ്യവസ്ഥ ഉണ്ടെങ്കിൽ അപ്പൊ കയറ്റുമതി ചെയ്യുന്ന സിഗരറ്റിലോ മറ്റു പുകയില ഉൽപ്പന്നങ്ങളിലോ സമാനമായിട്ടുള്ള മുന്നറിയിപ്പ് കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. സിമിലർ വാർണിംഗ്സ് കൊടുത്തിരിക്കണം. അങ്ങനെ ഒരു പ്രത്യേകത ഇല്ലാത്ത രാജ്യമാണ്, അവർക്ക് അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്ത കൺട്രീസ് ആണെങ്കിൽ നോ പ്രോബ്ലം, നിങ്ങൾ അതവിടെ കയറ്റുമതി ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ പറഞ്ഞ സെക്ഷൻ 32 ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ട് സിഗരറ്റുകളോ മറ്റ് ടൊബാക്കോ പ്രൊഡക്റ്റുകളോ നമ്മൾ കയറ്റുമതി ചെയ്യാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്തു. ഓക്കെ, മറ്റ് പാക്കേജ് സിഗരറ്റ് അല്ലെങ്കിൽ അതർ ടൊബാക്കോ പ്രൊഡക്റ്റ് ഷാൽ ബി ഡീംഡ് ടു ബി എക്സ്പോർട്ടഡ്. അപ്പം എക്സ്പോർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ബിഫോർ ദി കമൻസ്മെന്റ് ഓഫ് ദിസ് ആക്ട് ഇഫ് നെസസറി സ്റ്റെപ്സ് ഫോർ എക്സ്പോർട്ട് ഹാവ് ബീൻ ടേക്കൺ നോട്ട് വിത്ത്സ്റ്റാൻഡിങ് ദാറ്റ് ദ ആക്ച്വൽ എക്സ്പോർട്ട് അതായത് യഥാർത്ഥത്തിൽ എക്സ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും എക്സ്പോർട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞെങ്കിൽ അത് നിങ്ങൾ എന്തായിട്ടേ കണക്കാക്കുകയുള്ളൂ? എക്സ്പോർട്ട് ചെയ്തതായിട്ടേ കണക്കാക്കുകയുള്ളൂ. അപ്പൊ ഈ പറയുന്നത് ഈ വകുപ്പിന്റെ നമ്മൾ ഈ പറഞ്ഞ സെക്ഷൻ 32 പർപ്പസിലേക്ക് വേണ്ടിയിട്ട്
ഏതെങ്കിലും സിഗരറ്റുകളോ മറ്റു പുകയില ഉൽപ്പന്നങ്ങളോ കയറ്റുമതി ചെയ്യുന്നതിന് മുമ്പ്, അപ്പം സിഗരറ്റോ പുകയില ഉൽപ്പന്നങ്ങളോ കയറ്റുമതി ചെയ്യുന്നതിന് മുമ്പ് ആവശ്യമായിട്ടുള്ള നടപടികൾ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവ യഥാർത്ഥത്തിൽ കയറ്റുമതി ചെയ്തിട്ടില്ലെങ്കിലും കയറ്റുമതി ചെയ്യാൻ നിർദ്ദേശിച്ചതായിട്ട് തന്നെ കണക്കാക്കാവുന്നതാണ്. ഇത്രയും. പിന്നെ നമ്മൾക്ക് ലാസ്റ്റിൽ സെക്ഷൻ 33 ആണ് എന്ന് പറയുന്നത്. ഇതിന് മുമ്പുള്ള പഴയ ആക്ട്, ഇപ്പം 2003 ആക്ടിന് മുമ്പ് 1975 ആക്ട് ആയിരുന്നു അത് പറയുന്നത്. ആ ആക്ടിനാണ് നമ്മൾ റിപ്പീൽ ചെയ്തത്. അതാണ് സെക്ഷൻ 33 പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് അതെന്ന് പറയുന്നത്. ക്വോട്ട്പ എന്ന് പറയുന്നത് ഒരു ചെറിയ ആക്ട് ആണ്. ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് എങ്ങനെയാണ് നിർമ്മാണം, അതുപോലെ തന്നെ ഉൽപാദനം, വിതരണം, പിന്നെ വിൽപ്പന, ഈ വക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. എവിടെ ചെന്നിരുന്ന് ഇത് സിഗരറ്റ് അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൂടാ, ഏജ് ലിമിറ്റ് എത്രയാണ്, ആർക്കൊക്കെയാണ് ഇതൊക്കെ സെർച്ച് ചെയ്യാനും സീസ് ചെയ്യാനും ഒക്കെയുള്ള അധികാരം ആർക്കൊക്കെയാണ്, അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ക്വോട്ട്പ എന്ന് പറയുന്ന എക്സൈസുമായി ബന്ധപ്പെട്ട വളരെ ചെറിയൊരു ആക്ടും വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന ആക്ടും. പണിഷ്മെന്റുകളാണ് ഒരു 22 തൊട്ടുള്ള പ്രൊവിഷൻസിൽ നമ്മൾ പണിഷ്മെന്റുകളാണ് കാണുന്നത്. സോ അത്രയും കൊണ്ട് നമ്മുടെ ക്വോട്ട്പ ആക്ട് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നു. സോ നമുക്ക് ഇനി അടുത്ത പോർഷനുമായിട്ട് അടുത്ത ആക്റ്റുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാവുന്നതാണ്. ശരി.